ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ പി അൻവർ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം വളരെ നിശ്ചിതമായ വാക്കുകളിൽ അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇന്ന് എന്തൊക്കെയാണോ പറയുന്നത് നമുക്കറിയില്ല. വിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. വിപിൻ, ഈ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് ആദ്യം പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഒരു വഞ്ചനയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചത് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി LDF കൺവെൻഷനിൽ പറഞ്ഞത്. ഇതിന് മറുപടി പറയും എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം PV അൻവർ വിളിച്ചിരിക്കുന്നത്. ഇത് വിളിക്കുന്നതിൻ്റെ മറ്റൊരു പശ്ചാത്തലമുള്ളത്, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായല്ല PV അൻവർ മത്സരിക്കുന്നത്. അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അതിൽ വേണ്ട കാര്യങ്ങൾ പോലും ഉൾപ്പെടുത്താത്തത് മനഃപൂർവ്വമാണ് എന്നുള്ള ഒരു ആരോപണം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടി ഇന്നുണ്ടാവും. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സരിക്കാൻ ഒരുങ്ങിയ സമയത്ത് ആം ആദ്മി പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ പിന്തുണ പിൻവലിച്ചിട്ടുണ്ട്. ഇത് PV അൻവറിനെ സംബന്ധിച്ചൊരു തിരിച്ചടിയാണ്. സ്വാഭാവികമായും ഇതിനൊക്കെയുള്ള ഒരു മറുപടി എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ പ്രധാനമായും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഹിന്ദുവിൽ വന്നിട്ടുള്ള ലേഖനം, ഇതൊക്കെയാണ് UDF പ്രധാനമായും ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ M സ്വരാജ് രംഗത്ത് വന്നിരിക്കുന്നു. മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് തന്നെ എതിർത്തതായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കൾ എന്നുള്ളതായിരുന്നു അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അത്തരത്തിൽ സജീവമായ ഒരു ചർച്ചകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം UDFന്റെ ഭാഗത്ത് നടക്കുന്നു. 9 മണിയോടുകൂടി PV അൻവറിന്റെ ഇന്ന് എന്തൊക്കെ അദ്ദേഹം പറയുമെന്നുള്ളതും കാത്തിരിക്കാം. SKN. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.